നമസ്കാരം. SNDPയെയും ലീഗിനെയും ലക്ഷ്യം വെച്ചാണ് CPM ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ അവലോകനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഈ സംഘടനകളോട് സ്വീകരിച്ചിരുന്ന മൃദു സമീപനം ഉപേക്ഷിച്ച് ശക്തമായി രംഗത്ത് വരാനാണ് CPMൻ്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ലീഗിനോട് മൃദു സമീപനം സ്വീകരിച്ചിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പാണക്കാട് സാദിഖി അലി തങ്ങൾക്ക് മറുപടിയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. അതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും വിമർശിച്ചു. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്ന് ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ സ്ഥാനം നൽകിയതിനെ വിമർശിക്കുന്നത് ആ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ ഗൗരവമായി കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒരു മുസ്ലിമിനെ പോലും നിയമിച്ചിട്ടില്ലെന്നതിൽ ഒരു പ്രതിഷേധവും അവർ കാണിക്കുന്നില്ല. സംഘപരിവാർ അനുകൂല മനസ്സ് രൂപപ്പെട്ടു വരികയാണ്. സർവമത സമ്മേളനം നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിനെതിരായ നിലപാടാണ് SNDPയുടെ വിവിധ നിലയങ്ങളിലുള്ള നേതാക്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യം നൽകുന്ന കേരളത്തിന് അനുകൂലമല്ലെന്ന് ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. കേരള സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ് SNDP. ഒരു ജാതി ഒരു മതം മനുഷ്യനെ എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനം ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BDJSന്റെ രൂപീകരണത്തിലൂടെ അവരിലേക്ക് RSS കടന്നു ചെല്ലുകയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെട്ട RSSന് വേണ്ടി പ്രവർത്തിക്കുന്നു. SNDPയിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിൽ വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ ദാർശനിക പാതയ്ക്ക് വ്യത്യസ്തമായ നിലപാട് SNDP നേതൃത്വം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ തന്നെ പരിശോധിക്കണം. നിരവധി മേഖലകളിൽ RSSനും സംഘപരിവാറിനും വേണ്ടി അവർ വോട്ട് മാറ്റാൻ ശ്രമിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ചിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഈഴവ തീയ വിഭാഗങ്ങൾ. അവരിലാണ് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമം. സംഘപരിവാർ അജണ്ടയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളവർ ശരിയായ SNDP രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നതാണ് പറയുന്നത്. മതനിരാസമാണ് CPMൻ്റെ മുഖമുദ്ര എന്നാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ലോകത്തും മതം നിർവഹിച്ച ഗുണപരമായ കാര്യങ്ങൾ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ് CPM. മതനിരപേക്ഷതയ്ക്കാണ് ഊന്നൽ. മതവിശ്വാസിക്ക് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിൽ ഒരു തടസ്സവുമില്ല. പലസ്തീൻ, സദ്ദാം ഹുസൈൻ വിഷയങ്ങളിലെല്ലാമുള്ള CPMൻ്റെ ഇടപെടൽ സാർവദേശീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാമ്രാജ്യത്തിനെതിരായതാണ് CPMൻ്റെ നിലപാട്. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും മതരാഷ്ട്ര ചിന്ത അപകടകരമാണ്. അതിനെയാണ് എതിർക്കുന്നത്. ലവ് ജിഹാദ് പറഞ്ഞത് CPM ആണെന്നാണ് ലീഗ് പ്രസിഡന്റിന്റെ മറ്റൊരു ആരോപണം. അത് സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണ്. അതിനെ ശക്തമായി എതിർത്ത് നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് CPM. സർക്കാർ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ അറിയാമായിട്ടും ലീഗിന്റെ അധ്യക്ഷൻ ഈ നിലപാട് സ്വീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമി SDPI ലീഗ് കോൺഗ്രസ് സഖ്യം തുറന്നു കാട്ടുമ്പോൾ CPMനെതിരെ എന്തെങ്കിലും പറയാമെന്നാണ് കരുതിയത്. അത് അവരെ തന്നെ പരിഹാസ്യരാക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്.